കണ്ണൂർ പോലെ പുരോഗമനകാരികളുടെ വലിയ കോട്ടയാണെന്ന് കരുതുന്നൊരു സ്ഥലത്ത് ഇത്രയും ഭീകരമായൊരു അനീതി നടന്നിട്ട് അതിനോട് പ്രതികരിക്കാൻ പോലും ആരും തയ്യാറാവുന്നില്ലാത്ത വിധം നിശബ്ദമാണ് കേരളം. ഇത് മലയാളി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും ജീർണമായൊരു ജീവിതമാണ് മലയാളി ജീവിക്കുന്നത് എന്നത്, അതിൻ്റെ കാമ്പായിരിക്കുന്നത് അവൻ്റെ ജാതി മേന്മാ ബോധമാണ് എന്നത് മലയാളി സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് നിതിൻ രാജിൻ്റെ കാര്യം നമ്മൾ എടുത്താൽ, സമർത്ഥനായൊരു വിദ്യാർത്ഥി, രോഹിത് വെമുലയെപ്പോലെ സമർത്ഥനായൊരു വിദ്യാർത്ഥിയായിരുന്നു. ഈ വിദ്യാർത്ഥിയെ അതിഭീകരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ടെന്ന് ആ ചെറുപ്പക്കാരൻ്റെ, ആ വിദ്യാർത്ഥിയുടെ ശബ്ദ സന്ദേശത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് റൂമിനെ കുറിച്ച് ആ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു കാര്യം, ഈ ടീച്ചേഴ്സ് റൂമിനെ കുറിച്ച് അതൊരു വിചാരണ കോടതി പോലെയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ സവർണ മാടമ്പികളെല്ലാം അണിനിരന്ന് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയെ അതിഭീകരമായി ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നൊരിടമായി ഈ കോളേജിലെ, ദന്തൽ കോളേജിലെ അധ്യാപക ഇരിക്കുന്ന സ്ഥലം മാറുകയാണ്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഈ വിഭാഗത്തിൽ നിന്ന് ആരും ഉന്നത വിദ്യാഭ്യാസം നേടണ്ട എന്നാണോ? തീർച്ചയായും അത് തന്നെയാണ് അവരുടെ താല്പര്യം. അതുകൊണ്ട് ഈ വിഷയത്തിൽ മലയാളി സമൂഹത്തിലെ എല്ലാ മേന്മകളും ഇടിഞ്ഞു വീഴുന്നൊരു സന്ദർഭമാണ്. അത് തുറന്ന് സമ്മതിച്ചേ പറ്റൂ. അത് തുറന്ന് സമ്മതിക്കാതെ അതാ രണ്ട് അധ്യാപകരുടെ എന്തോ പ്രശ്നമാണെന്നുള്ള നിലക്ക് അതിനെ ചുരുക്കി കാണാൻ പറ്റില്ല. കേരളത്തിലെ ക്യാമ്പസുകളിൽ വ്യാപകമായി ഈ കാര്യം അരങ്ങേറുന്നുണ്ട്. ഈ വർഷം ആദ്യം കൊല്ലത്ത് ഒരു കുട്ടി ലിപ്സ്റ്റിക് ഇട്ട് വന്നു എന്ന കാരണത്താൽ അധ്യാപിക ആ കുട്ടിയെ പിടിച്ച് ഭിത്തിയിൽ മുഖമുരച്ചാണ് വിട്ടത്. ഒന്നോർക്കണം, ആ അധ്യാപികയ്ക്ക് എന്ത് സംഭവിച്ചു? ഇപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്ന മാന്യ കുല സ്ത്രീയായിട്ടങ്ങ് വാഴുകയാണ് കേരളത്തിൽ. ഇത് നമ്മൾ ലജ്ജയോടുകൂടി മാത്രം കാണേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് ഒരു മേന്മാവാദവും നിൽക്കില്ല. ഇതിനു മുൻപ് മരിച്ച സിദ്ധാർത്ഥ്, അവിടുത്തെ SFI നേതാക്കളുടെ പേരാണ് ആ കുട്ടി പറഞ്ഞത്.